കൈവശം വയ്ക്കുന്നുണ്ട്. പലർക്കൊരു ധാരണയുണ്ട് നീല കാർഡുകൾ കൈവശം വെച്ചാൽ പ്രശ്നമില്ല എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല. രണ്ട് തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അതായത് ഏക്കർ സ്ഥലം, അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് വീട്, അല്ലെങ്കിൽ കാറ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നീല കാർഡുകൾ ഉപയോഗിക്കാനുള്ള അനുവാദം ഉള്ളതല്ല. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറയാൻ പോകുന്നത്. AAY മഞ്ഞ കാർഡുള്ള ആളുകളും PHH പിങ്ക് കാർഡുള്ള ആളുകളും സബ്സിഡി വിഭാഗത്തിൽപ്പെട്ട നീല റേഷൻ കാർഡുള്ള ആളുകളും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. അതായത്, നിങ്ങളുടെ റേഷൻ കാർഡ് അനധികൃതമായിട്ടാണോ കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പിടിച്ചെടുക്കുകയും നിങ്ങൾ ഇതുവരെ വാങ്ങിയിട്ടുള്ള ഭക്ഷ്യധാന്യത്തിന് പിഴ അടയ്ക്കേണ്ടി വരികയും ചെയ്യും. ഏകദേശം 1 ലക്ഷം രൂപയോളമൊക്കെ സർക്കാരിലേക്ക് പിഴയായി കെട്ടേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള റേഷൻ കാർഡാണ് നിങ്ങൾ കൈവശം വെച്ചിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ തിരിച്ചേൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പിഴ അടയ്ക്കേണ്ടി വരില്ല. അപ്പം അതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ധാരാളമായിട്ട് PHH കാർഡുകൾ അഥവാ മുൻഗണന പിങ്ക് കാർഡുകൾ, അന്ത്യോദയ കാർഡ് മഞ്ഞ കാർഡുകൾ, അതുപോലെ തന്നെ അനർഹമായിട്ട് ഉപയോഗിക്കുന്ന നീല കാർഡുകൾ, സ്റ്റേറ്റ് സബ്സിഡി എന്ന് പറയുന്നത് ധാരാളം സ്റ്റേറ്റ് സബ്സിഡി കാർഡുകൾ ആളുകൾ അനർഹമായിട്ട് കൈവശം വയ്ക്കുന്നുണ്ട്. പലർക്കൊരു ധാരണയുണ്ട് നീല കാർഡുകൾ കൈവശം വെച്ചാൽ പ്രശ്നമില്ല എന്നൊരു ധാരണയുണ്ട്. അങ്ങനെയല്ല. രണ്ട് തരത്തിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായിട്ട്, അതായത് ഏക്കർ സ്ഥലം, അതുപോലെ തന്നെ 1000 സ്ക്വയർ ഫീറ്റ് വീട്, അല്ലെങ്കിൽ കാറ്, ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് നീല കാർഡുകൾ ഉപയോഗിക്കാനുള്ള അനുവാദം ഉള്ളതല്ല. അങ്ങനെ തെറ്റിദ്ധാരണയുണ്ട് ആളുകൾക്ക്. പക്ഷേ നീല കാർഡുകൾ കർശനമായിട്ട് ഞങ്ങൾ പിടിച്ചെടുക്കുന്നതാണ്. അതുപോലെ സബ്സിഡി ഈ പറഞ്ഞ PHH കാർഡുകൾ, അല്ലെങ്കിൽ പിങ്ക് കാർഡുകൾ, മഞ്ഞ കാർഡ്, അല്ലെങ്കിൽ അന്ത്യോദയ കാർഡുകൾ, ഇത്തരം കാർഡുകൾ ഉപയോഗിച്ച് അനർഹമായിട്ട് റേഷൻ വാങ്ങിക്കുന്നവരുടെ അടുത്തു നിന്നും ഗവൺമെൻറ് നിശ്ചയിച്ചിട്ടുള്ള രീതിയിലുള്ള പിഴ സംഖ്യ ഈടാക്കുന്നതാണ്. 1 ലക്ഷം രൂപയോളം സർക്കാരിലേക്ക് അടയ്ക്കേണ്ടി വരുമെന്ന് മുന്നറിയിപ്പ് നൽകുകയാണ്. ഈ നേരിട്ട് വന്ന് ഇത്തരത്തിൽ കാർഡ് നമുക്ക് സറണ്ടർ ചെയ്യുകയാണെങ്കിൽ പിഴയിൽ ചെറിയ എന്തെങ്കിലും കുറവ് വരുത്താൻ വേണ്ടിയിട്ട് ആലോചിക്കും. അതല്ലാത്തവർക്ക് എല്ലാവർക്കും കർശനമായ നടപടികൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെ നടത്തുന്നതാണ്. ഈ താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പായിട്ട് തന്നെ സ്ക്വാഡ് പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും ഇത്തരത്തിൽ അനർഹമായിട്ട് വയ്ക്കുന്ന കാർഡുകൾ പിടിച്ചെടുക്കുന്നതും അവർക്കെതിരെ കർശന നടപടികളും എടുക്കുന്നതാണെന്ന് അറിയിക്കുകയാണ്. പല ആളുകളും ധരിച്ചിരിക്കുന്നത് നീല റേഷൻ കാർഡുള്ള ആളുകൾക്ക് പ്രശ്നമില്ല എന്നാണ്. പക്ഷേ നീല റേഷൻ കാർഡുള്ള ആളുകളും മുൻഗണനാ പട്ടികയിൽ അല്ലെങ്കിലും ഒരു സബ്സിഡി ആനുകൂല്യം പറ്റുന്ന ആളുകളാണ്. അത്തരത്തിലുള്ള ആളുകൾക്കും അതിനർഹരല്ല എന്നുണ്ടെങ്കിൽ സബ്സിഡി വിഭാഗത്തിൽ പെടാനും അതുപോലുള്ള മാനദണ്ഡങ്ങൾ അനിവാര്യമാണ്. അതാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്റെ വാക്കുകളിൽ നിങ്ങൾ കേട്ടത്. അപ്പം ഇത്തരം റേഷൻ കാർഡുകളെല്ലാം പിടിച്ചെടുക്കാൻ പോവുകയാണ്. വീട്ടിലെത്തി പിടിച്ചെടുക്കുന്ന താലൂക്കിലും സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥന്മാർ വീട് കയറിയിട്ടുള്ള പരിശോധന കർശനമായിട്ട് നടക്കുകയാണ്. ഇതിന്റെ ഒരു സന്തോഷം എന്ന് പറയുന്നത് വെള്ള റേഷൻ കാർഡുള്ള ആളുകൾക്കാണ്. ഇത്തരം ആളുകളെ ഒഴിവാക്കിയിട്ട് അപേക്ഷ വെച്ചിട്ടുള്ള അർഹരായിട്ടുള്ള വെള്ള റേഷൻ കാർഡുകാരെ ഈ വിഭാഗത്തിലേക്ക് ഉൾപ്പെടുത്തുകയും ചെയ്യും. അതുപോലെ തന്നെ പറ്റ ദുസ്സഹമായിട്ടുള്ള ആളുകൾക്ക് നീല റേഷൻ കാർഡൊക്കെ ഉള്ളതാണെങ്കിൽ പോലും ക്യാൻസർ പോലുള്ള രോഗങ്ങൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റു മാറാ രോഗങ്ങൾ കൊണ്ടും കഷ്ടത അനുഭവിക്കുന്നവർക്ക് മുൻഗണനാ ലിസ്റ്റിൽ ഉൾപ്പെടാനുള്ള അവസരവും വരുന്നുണ്ട്. വ്യക്തിഗതമായിട്ടാണ് നിങ്ങളുടെ കൈകളിൽ ഈ കാർഡുകൾ ഉപയോഗിക്കുന്നത് എങ്കിൽ നിങ്ങൾക്ക് അതിന് യോഗ്യത ഇല്ലെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരും. ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ പ്രകാരം വീടുകൾ കയറിയിട്ടുള്ള പരിശോധന എല്ലാ താലൂക്കിലും ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ കണ്ട വീഡിയോയിൽ അവർ അത്തരത്തിലുള്ള പരിശോധനയിലാണ്. അങ്ങനെ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് കനത്ത ഫൈൻ നൽകേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ ഓർത്തു വെക്കുക. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാകണമെന്ന് വരുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.